ദേവ് ട്രാവൽ വേൾഡിൻ്റെ 107ാമത്തെ വീഡിയോയിലേക്ക് നിങ്ങൾക്കേവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കോഴിക്കോട് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച ഒരു പ്രകൃതി പഠനയാത്രയാണ് ഈ വീഡിയോയിൽ ചിത്രീകരിച്ചിട്ടുള്ളത്. കേരളത്തിലെ പ്രസിദ്ധ കടുവ സംരക്ഷണ കേന്ദ്രമായ പറമ്പിക്കുളത്തേക്കുള്ള യാത്രയിലാണ് ഞങ്ങൾ. കോഴിക്കോട് നിന്നും പാലക്കാട് വഴി തമിഴ്നാട്ടിലെ സേതുമടൈ ചെക്ക് പോസ്റ്റ് കടന്നാണ് പറമ്പിക്കുളത്തെത്തുന്നത്. സേതുമടൈ ചെക്ക് പോസ്റ്റിലെ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുന്നതിനായി ഞങ്ങൾ കാത്തുനിൽക്കുകയാണ്. സന്ദർശകർ വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് കുപ്പികൾ ശേഖരിച്ച് ജീവസന്ധാരണം നടത്തുന്ന ഈ വൃദ്ധ ചെയ്യുന്നത് മഹത്തായ ഒരു പ്രവൃത്തിയാണ്. പാലക്കാട് ജില്ലയിൽ പറമ്പിക്കുളം നദിയിലെ പറമ്പിക്കുളം അണക്കെട്ടിന് ചുറ്റുമായി 255 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിൽ വ്യാപിച്ചു കിടക്കുന്ന ഒരു പ്രദേശമാണ് പറമ്പിക്കുളം വന്യമൃഗ സംരക്ഷണ കേന്ദ്രം. കേരളത്തിൽ 2ാമത്തെ കടുവ സംരക്ഷണ കേന്ദ്രമായി പ്രഖ്യാപിക്കപ്പെട്ട പറമ്പിക്കുളം ടൈഗർ റിസർവ് ഇവിടെയാണ് ഉള്ളത്. ഇന്ത്യയിലെ 37ാമത്തെ കടുവ സംരക്ഷണ കേന്ദ്രമായി 2008-09 കാലയളവിൽ പ്രഖ്യാപിക്കപ്പെട്ട പറമ്പിക്കുളം കടുവ സംരക്ഷണ കേന്ദ്രത്തിന് 643 ചതുരശ്ര കിലോമീറ്ററിലേറെ വിസ്തൃതിയുണ്ട്. 1978-79 കാലയളവിൽ പ്രഖ്യാപിക്കപ്പെട്ട പെരിയാർ ടൈഗർ റിസർവ് ആണ് കേരളത്തിലെ ആദ്യത്തെ ടൈഗർ റിസർവ്. 925 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള പെരിയാർ ടൈഗർ റിസർവാണ് കേരളത്തിലെ ഏറ്റവും വിസ്തൃതമായ കടുവ സംരക്ഷണ കേന്ദ്രം. 32നും 36നും ഇടയിൽ കടുവകൾ പറമ്പിക്കുളം ടൈഗർ റിസർവിൽ ഉണ്ടെന്നാണ് കണക്കാക്കപ്പെട്ടിട്ടുള്ളത്. ദക്ഷിണേന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാട്ടികൾ വസിക്കുന്ന കാടും ഇതുതന്നെ. ഗൗർ എന്ന് വിളിക്കപ്പെടുന്ന ഇവയുടെ എണ്ണം ഏതാണ്ട് 300-നടുത്ത് വരും. വന്യജീവി വിദഗ്ധർ പറമ്പിക്കുളത്തെ വലിയ കാട്ടുപോത്തിൻ്റെ സംസ്ഥാന തലസ്ഥാനം എന്ന് വിളിക്കുന്നു. ദീർഘദൂരം തമിഴ്നാട് അതിർത്തിയിലെ കാട് താണ്ടി ഞങ്ങൾ മനുഷ്യവാസ മേഖലയിലേക്ക് കടന്നിരിക്കുകയാണ്. വനസംരക്ഷണത്തിനു വേണ്ടി ഇത്തരം പ്രദേശങ്ങളെ ബഫർ സോണായി കണക്കാക്കുന്നു. ബഫർ സോണുകളിൽ കെട്ടിട നിർമ്മാണത്തിനും കാർഷിക വൃത്തിക്കും വലിയ തോതിൽ നിയന്ത്രണങ്ങളുണ്ട്. ഞങ്ങൾ നിൽക്കുന്നിടത്തു നിന്നും ഏതാണ്ട് 100 മീറ്റർ മാറി ഒരു ആന നിൽക്കുന്നത് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു. വീണ്ടും കേരളത്തിലേക്ക് പ്രവേശിക്കാൻ ചെക്ക് പോസ്റ്റിലെ നടപടിക്രമങ്ങൾക്കായി കാത്തിരിക്കുകയാണ് ഞങ്ങൾ. ഇടയിൽ ഏതാനും പേരുടെ ഒരു ഫോട്ടോഷൂട്ടും. ജലാശയവും പച്ചപ്പും നിറഞ്ഞ ഈ പ്രദേശത്ത് ഫയർ ലൈൻ പ്രവൃത്തിയിലേർപ്പെട്ട ധാരാളം തൊഴിലാളികളെ കാണാനിടയായി. വനസംരക്ഷണത്തിനു വേണ്ടി വളരെ ആത്മാർത്ഥമായാണ് ദിവസവേതനക്കാരായ ഈ ആദിവാസി ജനത ഈ തൊഴിൽ ചെയ്യുന്നത്. 6 കോളനികളിലായി കാടർ, മലസർ, മുതുവർ, മലമലസർ എന്നിങ്ങനെ 4 വ്യത്യസ്ത ആദിവാസി ഗോത്ര വിഭാഗങ്ങൾ ഈ കടുവാ സംരക്ഷണ കേന്ദ്രത്തിനകത്ത് താമസിച്ചു വരുന്നുണ്ട്. സന്ദർശകർക്ക് ഫോട്ടോഷൂട്ടിന് അനുയോജ്യമായ ഒട്ടേറെ ഷൂട്ടിംഗ് പോയിന്റുകൾ ഇവിടെയുണ്ട്. തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിലേക്ക് പ്രവേശിക്കുന്ന ഈ കവാടം പറമ്പിക്കുളം ടൈഗർ റിസർവിലേക്കുള്ള പ്രവേശന കവാടം കൂടിയാണ്. ദേശീയ കടുവ സംരക്ഷണ അതോറിറ്റി നിശ്ചയിച്ചിട്ടുള്ള പദ്ധതി പ്രകാരമാണ് കടുവ സംരക്ഷണ കേന്ദ്രത്തിൻ്റെ നടത്തിപ്പ്. ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെയും കേരള ഗവൺമെൻറ്റിൻ്റെയും വിവിധ പരിപാടികൾക്കൊപ്പം പ്രോജക്റ്റ് ടൈഗർ പദ്ധതിയും നടപ്പിലാക്കുന്നു. ഇന്ത്യയിലെ ഏറ്റവും മികച്ച 10 ടൈഗർ റിസർവുകളിലൊന്നാണ് പറമ്പിക്കുളം കടുവ സംരക്ഷണ കേന്ദ്രം. വിവിധ സംഘടനകളുമായി സഹകരിച്ച് പറമ്പിക്കുളം കടുവ സംരക്ഷണ ഫൗണ്ടേഷൻ നടത്തുന്ന നിരവധി ശേഷി വികസന പരിശീലന പരിപാടികൾ
ഈ കേന്ദ്രം നടത്തുന്നുണ്ട്. ടൈഗർ റിസർവിനുള്ളിലെ ആദിവാസി കോളനികളിൽ നിന്നുള്ള ആളുകളെ ട്രക്കിങ്ങുകൾക്കും സഫാരികൾക്കും ഗൈഡുകളായി നിയമിക്കുന്നു. കൂടാതെ വിവിധ ഇക്കോ ടൂറിസം സംരംഭങ്ങളിലൂടെ അവർക്ക് തൊഴിൽ നൽകുന്നു. ഞങ്ങളുടെ ടൂർ കോർഡിനേറ്ററായ റിട്ടയർഡ് SFO സുരേഷ് ഞങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകുകയാണ്. കാടിനകത്ത് ഞങ്ങൾക്കായി ഭക്ഷണമൊരുക്കിയ കഫേക്ക് അരികിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. ഞങ്ങളെ സ്വീകരിക്കാൻ ഇവിടെ ഒട്ടേറെ വാനരന്മാരും ഉണ്ടായിരുന്നു. കൂട്ടത്തിൽ സിംഹവാലൻ കുരങ്ങും ബോണറ്റ് കുരങ്ങും ഈ കാട്ടിൽ വസിക്കുന്നുണ്ട്. സന്ദർശകർക്ക് കാടറിവ് നൽകുന്ന ഒട്ടേറെ കാര്യങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. സഫാരി തുടങ്ങുന്നതിന് മുൻപായി ഇക്കോ ഷോപ്പിൽ ഒന്ന് കയറാമെന്ന് വെച്ചു. മറ്റെങ്ങും ലഭിക്കാത്ത വൈവിധ്യമാർന്ന വന ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ ലഭിക്കുന്നു എന്നതാണ് ഈ ഷോപ്പിൻ്റെ പ്രത്യേകത. സന്ദർശകർ വനത്തിൽ വലിച്ചെറിയുന്ന മാലിന്യങ്ങൾ ശേഖരിച്ച് അവ റീസൈക്കിൾ ചെയ്തുണ്ടാക്കുന്ന പക്മാർക്ക് കീ ചെയിനുകൾ എന്നെ ഏറെ ആകർഷിച്ചു. ഇത്തരം ഷോപ്പിങ്ങുകൾ ഇതിനു പിന്നിൽ പ്രവർത്തിക്കുന്ന ആദിവാസി സമൂഹത്തിന് നമ്മുടെ വക ഒരു പിന്തുണയും നമുക്ക് ഒരു പുതിയ ഷോപ്പിംഗ് അനുഭവവുമാണ് പ്രദാനം ചെയ്യുന്നത്. ഷോപ്പിംഗ് കഴിഞ്ഞ് പുറത്തിറങ്ങിയ ഞങ്ങളെ വരവേറ്റത് മയിലുകളാണ്. സ്വതന്ത്രരായി സ്വൈരവിഹാരം നടത്തുന്ന നമ്മുടെ ദേശീയ പക്ഷിയെ ഇത്ര അടുത്ത് കാണാനുള്ള ഭാഗ്യം ഇതുവരെ എനിക്ക് ലഭിച്ചിട്ടില്ല. അടുത്ത കാലത്തായി പറമ്പിക്കുളത്ത് മയിലുകളുടെ എണ്ണത്തിൽ വലിയ വർധനവുണ്ടായതായി ഞങ്ങൾക്കൊപ്പം ട്രക്കിങ്ങിന് വന്ന ഗൈഡ് ഞങ്ങളോട് പറയുകയുണ്ടായി. സഫാരിക്കിടയിൽ ഒട്ടേറെ സ്ഥലങ്ങളിൽ മാൻകൂട്ടങ്ങളെയും ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞു. ഇത്തരം പുള്ളിമാനുകൾക്ക് പുറമെ മ്ലാവ്, കലമാൻ എന്നെല്ലാം വിളിക്കപ്പെടുന്ന വലിയ തരം മാനുകളും ഈ കാട്ടിലുണ്ട്. ആന, കടുവ, പുള്ളിപ്പുലി, കാട്ടുപന്നി, നീലഗിരി താർ, നീലഗിരി ലങ്കൂർ, നീലഗിരി മാട്ടൻ, സ്ലോത്ത് കരടി, തിരുവിതാംകൂർ പറക്കുന്ന അണ്ണാൻ തുടങ്ങി ഒട്ടേറെ തരം സസ്തനികൾ ഈ കാട്ടിൽ വസിക്കുന്നുണ്ട്. ജൈവവൈവിധ്യം കൊണ്ട് സമ്പന്നമായ ഈ വന്യജീവി സങ്കേതത്തിൽ 39 സ്പീഷീസുകളിൽപ്പെട്ട സസ്തനികളുണ്ട്. വളരെ വിശാലമായ മുളങ്കാടുകളുള്ള ഈ വനത്തിൽ
ഇക്കോ ഷോപ്പുകളിലും മറ്റും ലഭിക്കുന്ന മുളയരി ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു വനവിഭവമാണ്. ഈ വന്യജീവി സങ്കേതത്തിൽ 3 മനുഷ്യനിർമ്മിത ജലസംഭരണികളുണ്ട്. പറമ്പിക്കുളം, തൂണക്കടവ്, പെരുവാരിപ്പള്ളം എന്നിവയാണവ. ഇവ 3ഉം കൂടി 21 ചതുരശ്ര കിലോമീറ്ററോളം വിസ്തൃതിയുണ്ട്. ഇവിടുത്തെ ജലാശയങ്ങളിൽ 47 ഇനം മത്സ്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ 7 ഇനം വംശനാശ ഭീഷണി നേരിടുന്നവയും 17 എണ്ണം പശ്ചിമഘട്ടത്തിൽ മാത്രം കാണപ്പെടുന്നവയും ആണ്. പറമ്പിക്കുളത്ത് കണ്ടെത്തിയിട്ടുള്ള 23 ഉഭയജീവി ഇനങ്ങളിൽ തവളകളുടെ വൈവിധ്യം എടുത്തു പറയേണ്ട ഒന്നാണ്. പറമ്പിക്കുളം കടുവ സംരക്ഷണ കേന്ദ്രത്തിൽ കണ്ടെത്തിയ 221 ഇനം ചിത്രശലഭങ്ങളിൽ 11 ഇനം വളരെ അപൂർവമായതും ഇവിടെ മാത്രം കാണപ്പെടുന്നവയുമാണ്. രാജവെമ്പാലയും പറക്കുന്ന പല്ലിയും ഉൾപ്പെടെ 61 ഇനം ഉരഗങ്ങളെയും ഇവിടെ കണ്ടെത്തിയിട്ടുണ്ട്. മയിലുകളും വേഴാമ്പലുകളും ഉൾപ്പെടെ 268 ഇനം പക്ഷികൾ ഈ കാട്ടിലുണ്ട്. അവയിൽ 18 ഇനം പക്ഷികൾ പശ്ചിമഘട്ടത്തിൽ മാത്രം കാണപ്പെടുന്നവയും 134 ഇനം അപൂർവ സ്പീഷീസുകളിൽപ്പെട്ട പക്ഷികളുമാണ്. 1200-ൽ പരം സ്പീഷീസുകളിൽപ്പെട്ട അകശേരുക്കളെയും ഇവിടെ കണ്ടെത്തിയിട്ടുണ്ട്. ഒരു കൊച്ചു കുടുംബത്തിന് താമസിക്കാൻ കഴിയുന്ന ട്രീ ഹൗസ് ആണ് ഇത്. ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ എന്നിവയ്ക്ക് പുറമെ ജംഗിൾ സഫാരിയും ബാംബു റാഫ്റ്റിങ്ങും ട്രക്കിങ്ങും ബേർഡ് വാച്ചിങ്ങും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പാക്കേജ് ബുക്കിംഗ് വഴിയാണ് ഈ ട്രീ ഹൗസ് നമുക്ക് ലഭിക്കുന്നത്. പരിശീലനം നേടിയ ഒരു ഗൈഡിൻ്റെ സഹായവും നമുക്ക് ലഭിക്കും. ഓൺലൈൻ വഴിയും മുൻകൂട്ടി ബുക്ക് ചെയ്യാനുള്ള സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആധുനിക സൗകര്യങ്ങളോടുകൂടിയ ഈ ട്രീ ഹൗസിലെ ചെക്ക് ഇൻ ടൈം ഉച്ചയ്ക്ക് 12 മണിയും ചെക്ക് ഔട്ട് രാവിലെ 10:30 ആണ്. ഇന്നലെ രാത്രി വനം വകുപ്പിൻ്റെ കാടിനകത്തെ ഗസ്റ്റ് ഹൗസിൽ താമസിച്ച ഞങ്ങളുടെ ഗ്രൂപ്പിലെ ഏതാനും അംഗങ്ങൾ ജംഗിൾ സഫാരിക്ക് ഞങ്ങളോടൊപ്പം ചേരുകയാണ്. രാത്രി ഇവിടേക്കുള്ള വഴിമധ്യേ ആനക്കൂട്ടങ്ങളെയും പുള്ളിപ്പുലിയെയും കണ്ട അനുഭവങ്ങൾ അവർ ഞങ്ങളുമായി പങ്കിടുകയുണ്ടായി. തൂണക്കടവ് ഡാം പരിസരത്താണ് ഞങ്ങളിപ്പോൾ എത്തിയിരിക്കുന്നത്. 314 മീറ്റർ നീളവും 27ഓളം മീറ്റർ ഉയരവുമുള്ള ഈ ഡാം 1965-ലാണ് തുറന്നുകൊടുത്തത്. കേരളത്തിനകത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ഡാമിൻ്റെയും റിസർവോയറിൻ്റെയും നിയന്ത്രണാധികാരം തമിഴ്നാട് PWDക്ക് ആണ്. പറമ്പിക്കുളം നദിയുടെ കൈവഴിയായ തൂണക്കടവ് നദിയിലാണ് ഈ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്. പറമ്പിക്കുളം ആളിയാർ ജലസേചന പദ്ധതിയുടെ ഭാഗമായ ഒരു സംഭരണ റിസർവോയർ ആണ് ഇത്. തൊട്ടടുത്ത പെരുവാരിപ്പള്ളം അണക്കെട്ടുമായി ഒരു കനാൽ വഴി ബന്ധിപ്പിച്ചിട്ടുണ്ട്. തൊട്ടടുത്തുള്ള പറമ്പിക്കുളം അണക്കെട്ടുമായി 2.5 കിലോമീറ്റർ നീളമുള്ള ഭൂഗർഭ തുരങ്കം വഴി ബന്ധപ്പെടുത്തിയിരിക്കുന്നു. ഈ അണക്കെട്ടിൽ സംഭരിക്കുന്ന ജലം പ്രധാനമായും കാർഷിക ആവശ്യങ്ങൾക്കാണ് ഉപയോഗിക്കുന്നത്. കേരളവും തമിഴ്നാടുമായുള്ള പറമ്പിക്കുളം ആളിയാർ പദ്ധതി പ്രകാരം അണക്കെട്ട് ഉൾപ്പെടുന്ന നിർദ്ദിഷ്ട പദ്ധതിയിൽ നിന്ന് 7.25 TMC ജലം കേരളത്തിന് വർഷം തോറും ലഭിക്കേണ്ടതുണ്ട്. തൂണക്കടവ് ഡാമിൻ്റെ ഷട്ടറുകളാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഡാമിൽ നിന്നും വളരെ അകലെ ഡാമിൻ്റെ വ്യൂ പോയിന്റിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. 4 കൊടുമുടികളുള്ള പറമ്പിക്കുളത്ത് 1438 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന കരിമല ഗോപുരം ആണ് ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. മറ്റുള്ളവ യഥാക്രമം പണ്ടാരവരവൈ, വെങ്ങോലമലൈ, പുളിയറപ്പാടം എന്നിവയാണ്.
സൈൻ ബോർഡ് ഉൾപ്പെടെയുള്ള ചില സൗകര്യങ്ങൾ അധികൃതർ ഈ വ്യൂ പോയിന്റിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. സിംഹവാലൻ കുരങ്ങിനെ വീണ്ടും കാണാനുള്ള അവസരവും ഇവിടെ വെച്ചുണ്ടായി. റോഡിൽ നിന്നും അല്പം അകലെയായി കാട്ടിക്കൂട്ടങ്ങളെ കണ്ടുകൊണ്ടാണ് ഞങ്ങളിപ്പോൾ യാത്ര ചെയ്യുന്നത്. കാട്ടുപന്നിക്കൂട്ടങ്ങളെയും അവ കിളച്ചുമറിക്കുന്ന മണ്ണിൽ നിന്നും ഇരതേടുന്ന കിളികളെയും കണ്ടുകൊണ്ട് ഞങ്ങൾ യാത്ര തുടർന്നു. അതോടെ ലാസ്റ്റ് പോയിന്റ് ആണ് കേട്ടോ. കാരണം നമ്മുടെ ലാസ്റ്റ് പോയിന്റ് ആണ് അവിടെ പറമ്പിക്കുളം ഡാം അടുത്ത് നമ്മൾ കാണുന്നത്. ഇതിൽ ഒരു സ്റ്റേ ചെയ്യാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. ടൂറിസ്റ്റ് ഓൺലൈൻ ബുക്ക് ചെയ്തിട്ടുണ്ട്. കേരള സർക്കാരിൻ്റെ ഉടമസ്ഥതയിലുള്ള പറമ്പിക്കുളം ഡാം നോക്കി നടത്തുന്നതും അറ്റകുറ്റപ്പണികൾ ചെയ്യുന്നതും തമിഴ്നാട് ഗവൺമെൻറ്റിൻ്റെ നേതൃത്വത്തിൽ ആണ്. 73 മീറ്റർ ഉയരമുള്ള ഈ ഡാമിന് 896 മീറ്റർ നീളമുണ്ട്. പറമ്പിക്കുളം ഡാം പരിസരത്തുള്ള ഈ സ്ഥലം അറിയപ്പെടുന്ന ഒരു ഹിൽ സ്റ്റേഷനാണ്. തമിഴ് ഭാഷ സംസാരിക്കുന്ന ഏറെ ആളുകളുള്ള ഈ കൊച്ചു പട്ടണത്തിൽ സന്ദർശകരെ ആശ്രയിച്ച് കഴിയുന്ന അനേകം തെരുവു കച്ചവടക്കാരുണ്ട്. ഡാമുമായി ബന്ധപ്പെട്ട ശിലാഫലകങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. പേര് ജയക്കൊടി. ഊര് ഇങ്ങത്താ? ഊരെങ്കി ഇവിടെ പണിക്ക് വന്നതാണ്. മധുരയിൽ നിന്ന് ഇങ്ങ വന്നിട്ട് എത്ര നാളാച്ചേ? 40 കൊല്ലം ആச்சு. குழந்தையெல்லாம் இருக்கா? താങ്ക് യു വെരി മച്ച്. ரொம்ப നന്ദി. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ.